अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഇസ്ലാമിക അധ്യാപനങ്ങൾ, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവതരിച്ച അധ്യാപനങ്ങൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മാർഗദർശനം നൽകുന്നതാണ്. അഥവാ നമ്മളിൽ എല്ലാവരും ഈ മാർഗദർശനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീർന്നാൽ ഒരു മനോഹരമായ സമൂഹം സ്ഥാപിതമാകും. ഇന്ന് അമുസ്ലിം ലോകം ഇസ്ലാമിന്റെ മേലും മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുന്നു. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഇവർ ആരോപണം ഉന്നയിക്കുന്നതിനു പകരം മുസ്ലിങ്ങളുടെ മാതൃക കണ്ടുകൊണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരായി മാറും. എന്നാൽ നിർഭാഗ്യവശാൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും അള്ളാഹുവിന്റെ ഈ കൽപ്പനയെ ഓതുന്നു, ഇതിനെ വലിയ ബഹുമാന ദൃഷ്ടിയോടുകൂടി നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ അതിനെ അവഗണിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അനേകം കൽപ്പനകളുണ്ട്. എന്നാൽ അവയെല്ലാം ഒരു സ്ഥലത്ത് ഒരൊറ്റ വാചകത്തിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടി. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, വീട് മുതൽ സാമൂഹിക ബന്ധം വരെ വിശുദ്ധ ഖുർആന്റെ എല്ലാ കൽപ്പനകളിലും വിശാലമായ നിലയിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്നതായിരുന്നു. യഥാർത്ഥ വിജയം അപ്പോഴായിരിക്കും ലഭിക്കുക എപ്പോഴാണോ നാം എല്ലാ കാര്യങ്ങളിലും ഈ മാതൃകയെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ചിലപ്പോൾ മനുഷ്യൻ വലിയ വലിയ കാര്യങ്ങളിൽ വളരെ നല്ല മാതൃക കാണിക്കുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ ചെറുതായി തോന്നുന്ന കാര്യങ്ങളെ ഈ വിധത്തിൽ അവഗണിക്കുന്നു. എത്രത്തോളം എന്നാൽ അതിന് ഒരു പ്രാധാന്യവും തന്നെ ഇല്ല. എന്നാൽ ഇതിനെതിരിൽ
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളിലേക്ക് തന്റെ നിർദ്ദേശങ്ങളിലും തന്റെ മാതൃകകളിലും വളരെയധികം ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. അഥവാ നാം നമ്മുടെ ജീവിതം സമാധാനപൂർണമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അഥവാ നാം അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം ആ സ്വഭാവ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഏതൊന്നാണോ നമ്മുടെ നേതാവും യജമാനരുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ അത് തുറന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരുടെ വിവിധ നിലയിലുള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പുരുഷൻ വീടിന്റെ തലവൻ എന്ന നിലയിലും ഉത്തരവാദിത്വമുണ്ട്. പുരുഷന് ഭർത്താവ് എന്ന നിലയിലും ഉത്തരവാദിത്വമുണ്ട്. പുരുഷന് പിതാവ് എന്ന നിലയിലും ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ മക്കൾ എന്ന നിലയിലും ഉത്തരവാദിത്വം ഉണ്ട്. അഥവാ എല്ലാ പുരുഷന്മാരും ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കിയാൽ, അത് നിറവേറ്റാൻ വേണ്ടി പരിശ്രമിച്ചാൽ, ഇത് നമ്മുടെ സമൂഹത്തിന്റെ വിശാലമായ സമാധാനത്തിന്റെ സ്ഥാപനത്തിനും സ്നേഹവും സാഹോദര്യവും സ്ഥാപിക്കുന്നതിനും മാർഗമായി മാറും. ഈ കാര്യങ്ങൾ മക്കളുടെ തർബീയത്തിനുള്ള മാർഗമായി മാറി സമാധാനപൂർണവും മനുഷ്യരോടുള്ള കടമകൾ നിറവേറ്റുന്ന തലമുറകൾ വ്യാപിക്കാൻ കാരണമായി തീരും. വീടുകളുടെ സമാധാനം ഈ കാര്യങ്ങൾ കൊണ്ട് നിലനിൽക്കും. ഇന്ന് ഒരുപാട് വീടുകളിലെ പ്രശ്നങ്ങളും പരാതികളും മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പുരുഷന്മാർ തങ്ങളെ വീടിന്റെ തലവന്മാരാണ് എന്ന് വിചാരിച്ച് ഞാൻ വലിയവനാണ് എന്ന് മനസ്സിലാക്കി എനിക്കെല്ലാ അധികാരവും ഉണ്ട് എന്ന് കരുതി തന്റെ ഭാര്യയെ ആദരിക്കുകയില്ല, അവൾക്ക് അനുവദനീയമായ അവകാശം നൽകുകയില്ല, മക്കളുടെ തർബീയത്തിന്റെ കടമയും നിറവേറ്റാറില്ല, കേവലം നാമമാത്രമായ തലവൻ മാത്രമാണ് എന്നല്ല അത്തരത്തിലുള്ള പരാതികളും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലെ ചില സ്ത്രീകളിൽ നിന്നും ലഭിക്കുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാരെ മർദ്ദിച്ച് ശരീരം നീല നിറമാക്കുന്നു, അല്ലെങ്കിൽ ക്ഷതമേൽപ്പിക്കുന്നു, മുഖം വീങ്ങുന്ന വിധം ആക്കി തീർക്കുന്നു. എന്നല്ല ചിലർ ഈ രാജ്യങ്ങളിൽ താമസിച്ചുകൊണ്ടും അത്തരം പ്രവർത്തികൾ ചെയ്യുന്നു. അതുപോലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മേൽ അക്രമം എന്ന് പറയത്തക്ക വിധം പിതാവ് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നു. അഥവാ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചതിനു ശേഷവും ജാഹിലീങ്ങളെ പോലെ ജീവിക്കണമെങ്കിൽ, ദീനിനെ കുറിച്ച് ഒരറിവും ഇല്ലാത്ത മുസ്ലിങ്ങളെ പോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, തന്റെ ഭാര്യയോടും കുട്ടികളോടും ജാഹിലീങ്ങൾ പെരുമാറുന്നത് പോലെ പെരുമാറണം എന്നുണ്ടെങ്കിൽ തങ്ങളുടെ അവസ്ഥകൾ മാറ്റും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ പ്രവേശിച്ചതിന് ഒരു പ്രയോജനവും ഇല്ല. പുരുഷന്മാർ അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിൽ അവരുടെ മേലുള്ള ഉത്തരവാദിത്വം കർമ്മപരമായ അവസ്ഥയുടെ നിലവാരം ഉയർത്തുക എന്ന അവരുടെ ഉത്തരവാദിത്വം അത് നിറവേറ്റുന്നുണ്ടോ? അഥവാ അത് നിറവേറ്റുന്നുണ്ട് എങ്കിൽ ഇത് സംഭവ്യമേ അല്ല. അതായത് അവരുടെ വീടുകളിൽ എല്ലായ്പ്പോഴും അക്രമം ഉണ്ടാവുക എന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വീടിന്റെ തലവൻ എന്ന നിലയിൽ
തൗഹീദിന്റെ സംസ്ഥാപനത്തിന്റെ പ്രാധാന്യം തന്റെ ഭാര്യാമക്കളിൽ വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിപ്പിച്ചു. എന്നാൽ ഈ പ്രവൃത്തിയും സ്നേഹം കൊണ്ടും അനുകമ്പ കൊണ്ടുമാണ് ചെയ്തത്, അതല്ലാതെ വടിയുടെ ശക്തി കൊണ്ടായിരുന്നില്ല. डंडे के जोर पर नहीं। റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം हजरत सल्लल्लाहु വീടിന്റെ തലവൻ എന്ന നിലയിൽ तो घर के सर्व ലോകത്തിന്റെ പരിഷ്കരണത്തിനും दुनिया की इस्लाह और शरीयत के क़याम की तमाम तर ശരീഅത്തിന്റെ സ്ഥാപനത്തിന്റെ എല്ലാ തിരക്കുകളും ഉണ്ടായിട്ടും തന്റെ വീട്ടുകാരോടുള്ള കടമകൾ നിറവേറ്റി. हक अदा की। സ്നേഹത്തോടും മൃദുലതയോടും प्यार और नरमी और मोहब्बत से കാരുണ്യത്തോടും കൂടി ഈ കടമകൾ നിറവേറ്റി. വീടിന്റെ തലവൻ എന്ന നിലയിലുള്ള കടമ ഇപ്രകാരം നിറവേറ്റുകയുണ്ടായി. ഒന്നാമതായി ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുത്തു, ये एहसास നിങ്ങളുടെ ഉത്തരവാദിത്വം തൗഹീദിന്റെ സ്ഥാപനം ആണ്, तौहीद का क़याम അള്ളാഹുവിന്റെ ഇബാദത്താണ്. अल्लाह ताला की इबादत है। അതുകൊണ്ട് തന്നെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നഫൽ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുമായിരുന്നു. പിന്നീട് രാവിലെ നമസ്കാരത്തിന് അല്പം മുമ്പ് ഞങ്ങളെ വെള്ളം തളിച്ച് ഉണർത്തുമായിരുന്നു. कि नफल पढ़ो, इबादत करो अल्लाह ताला की, वो हक अदा करो। നഫൽ അനുഷ്ഠിക്കുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമായിരുന്നു. അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുക. फिर പിന്നീട് തന്റെ വീട്ടുകാരോടുള്ള കടമകൾ അവിടുന്ന് ഏതു വിധത്തിലാണ് നിറവേറ്റിയത്? आते थे आप, ഏതൊരു ജോലിയാണോ वो काम ഭാര്യമാർ ചെയ്യേണ്ടിയിരുന്നത് जो बीवियों അതിലും അവിടുന്ന് അവരെ സഹായിക്കുമായിരുന്നു. में भी आप उनका हाथ बटाते। ഹസ്രത്ത് ആയിഷ തന്നെ പറയുന്നു, हज़रत आयशा അവിടുന്ന് വീട്ടിൽ ഉള്ള സമയത്തെല്ലാം जितना वक्त വീട്ടുകാരെ സഹായിക്കുകയും घर वालों की मदद और खिदमत में സേവിക്കുന്നതിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു. ഇതുവരെ എന്നാൽ അങ്ങേ നമസ്കാരത്തിനായി വിളിക്കപ്പെടുമ്പോൾ അവിടുന്ന് പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഈ ഒരു മാതൃകയാണ് നാം സ്വായത്തമാക്കേണ്ടത്. അത് നാം സ്വായത്തമാക്കേണ്ടതാണ്. അതല്ലാതെ ना के അക്രമത്തിന് തുല്യമായ നിലയിൽ ഭാര്യമാരോട് പെരുമാറുകയല്ല വേണ്ടത്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ रज़ियल्लाहु अन्हा आपके घरेलू कामों की तफसील റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ജോലിയുടെ വിശദീകരണം നൽകിക്കൊണ്ട് വീണ്ടും പറയുന്നു, അവിടുന്ന് തന്റെ വസ്ത്രം आप സ്വയം തയ്ക്കുമായിരുന്നു, ചെരുപ്പുകൾ अपने कपड़े भी തുന്നുമായിരുന്നു, जूते टांक लिया करते थे। വീട്ടിലെ പാത്രങ്ങളുടെയും മറ്റും അറ്റകുറ്റപ്പണി നടത്തുമായിരുന്നു. ഈ മാതൃകകൾ മുന്നിൽ വെച്ചുകൊണ്ട് इन नमूनों को सामने रखते हुए ഒരുപാട് ഭർത്താക്കന്മാർ बहुत से काम അവർ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഈ വിധത്തിലുള്ള പെരുമാറ്റം ഉണ്ടോ? ഈ രീതിയാണോ ഉള്ളത്? തന്റെ സഹാബാക്കളെ खामद के फराइज ഭർത്താവിന്റെ നിർബന്ധ കടമകളും के बारे में एक അവരുടെ പെരുമാറ്റത്തിന്റെ ഉന്നത നിലവാരത്തെയും കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരവസരത്തിൽ പറഞ്ഞു, रवायत है कि मोमिनों में से ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, വിശ്വാസികളിൽ പരിപൂർണ ഈമാനുള്ള വ്യക്തി അയാളാണ് ആരുടെ സ്വഭാവമാണോ वो है നല്ലതായിട്ടുള്ളത്. നിങ്ങളിൽ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമൻ അയാളാണ് ആരാണോ തങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നത്. जिसका अपनी बीवियों से अच्छा सलूक തന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നുണ്ടോ എന്ന് ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തേണ്ടതാണ്. നല്ല സ്വഭാവം, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യുക എന്നത് കേവലം പ്രത്യക്ഷമായ നിലയിൽ നല്ല സ്വഭാവമാണ് എന്നത് മാത്രമല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞു ഈമാന്റെ നിലവാരത്തിന്റെ ഉന്നതിയുടെ അടയാളം കൂടിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഭർത്താവിന്റെ നിർബന്ധ കടമകൾ, ഭാര്യമാരോടുള്ള നല്ല പെരുമാറ്റം എന്നിവയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ദുർവൃത്തി അല്ലാതെയുള്ള സ്ത്രീകളുടെ എല്ലാ വക്ര സ്വഭാവവും കൈപ്പേറിയ സ്വഭാവവും സഹിക്കേണ്ടതാണ്. പറയുന്നു, നമുക്ക് അങ്ങേയറ്റത്തെ ലജ്ജ തോന്നുന്നു പുരുഷന്മാരായിക്കൊണ്ട് സ്ത്രീകളോട് യുദ്ധം ചെയ്യുക എന്നത്. നമ്മെ അള്ളാഹു പുരുഷന്മാരാക്കിയിരിക്കുന്നു. हमको खुदा ने मर्द बना യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹ പൂർത്തീകരണമാണ്. അതിനു നന്ദി കാണിക്കേണ്ടത് നാം സ്ത്രീകളോട് കാരുണ്യത്തോടും നിർമ്മലതയോടും കൂടി പെരുമാറിക്കൊണ്ടാണ്. बर्ताव करें। ഒരിക്കൽ एक दफा ഒരു സുഹൃത്തിന്റെ ദ്വേഷ സ്വഭാവത്തെക്കുറിച്ചും और बदजुबानी का ചീത്ത പറയുന്നതിനെ കുറിച്ചും പരാമർശമുണ്ടായി. അതായത് അദ്ദേഹം തന്റെ ഭാര്യയോട് വളരെ കഠിനമായ നിലയിലാണ് പെരുമാറാറുള്ളത്. हुजूर
अलैहिस्सलाम ഉസൂർ അലൈഹിസ്സലാം ഇത് കേട്ട് വളരെയധികം ദുഃഖിതനായി, വളരെയധികം പരവശനായി. പറയുന്നു, നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. हमारे अहबाब को ऐसा नहीं होना चाहिए. വീണ്ടും എഴുതുന്നവർ फिर എഴുതുന്നു, ഹുസൂർ അലൈഹിസ്സലാം വളരെ ദീർഘനേരം സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, वहाँ के बारे में എന്റെ അവസ്ഥ ഇതാണ്. और आखिर पर फरमाया ഒരിക്കൽ ഞാൻ कि मेरा ये എന്റെ ഭാര്യയോട് വലിയ ശബ്ദത്തിൽ സംസാരിച്ചു, ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു. ആ ഉയർന്ന ശബ്ദം और मैं महसूस ഹൃദയത്തിൽ നിന്നുള്ള വേദന കൊണ്ടാണ് എന്ന് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. दिल के रंज से मिली ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു, ऊंची आवाज में बोल रहे थे और അത് ഹൃദയത്തിന്റെ ദുഃഖം ഉണ്ട് എന്ന് ചിന്തിച്ചു. दिल का कुछ रंज. എന്നാൽ ഒരു വിധത്തിലുള്ള बाई हमा വേദനിപ്പിക്കുന്ന വാക്കും ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. इसके अलावा कोई सख्ती से അതല്ലാതെ വായ കൊണ്ട് എന്തെങ്കിലും കഠിനമായ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. बावजूद भी അവിടുന്ന് പറയുന്നു, എന്നിരുന്നാലും ഞാൻ വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നു. मैं बहुत വളരെ വേദനയോടും ഉള്ളുരുക്കത്തോടും കൂടി നഫൽ നമസ്കരിച്ചു, കുറച്ച് സദക്കയും നൽകി. सदका भी दिया. ഈ ദേഷ്യം ഭാര്യയുടെ മേൽ ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന തിന്മയുടെ ഫലമായിട്ടാണോ? का नतीजा है. ഇതാണ് മാതൃക. ये है नमूना. പിന്നീട് ഒരു സഹോദരന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ सख्ती से पेश आने पर അവിടുന്ന് വളരെ വേദനയും വ്യാകുലതയും പ്രകടിപ്പിച്ചു. हार किया. ഇപ്രകാരം ഉപദേശിക്കുകയും ചെയ്തു, തങ്ങളുടെ ഭാര്യമാരോട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കലഹിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നവർ, കൈ ഉയർത്തുന്നവർ, हाथ उठाते हैं, അവർ അല്പം ചിന്തിക്കേണ്ടതാണ്. उनको कुछ होश करनी चाहिए. കൈ ഉയർത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ചിലർ ക്ഷതമേൽപ്പിക്കുന്നു. कि जख्मी भी അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചിന്തിക്കേണ്ട നിമിഷമാണ്. फिक्र का लम्हा. റസൂൽ തിരുമേനി സല്ലല്ലാഹു अലൈहि വസല്ലമയുടെ നിർദ്ദേശപ്രകാരം सल्लल्लाहु अलैहि वसल्लम ഇവരുടെ ഈമാനും പരിപൂർണമല്ല. इन लोगों का फिर ईमान भी അവർ തങ്ങളുടെ ഈമാനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടതാണ്. ईमान की फिक्र करनी चाहिए. ഇത് കാരണം ആണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. को जो इरशाद था ഇത് കാരണം കൊണ്ട് തന്നെയാണ് मुस्लिम अलैहिस्सलाम को भी ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചിന്താകുലനായത്. ആരുടെ ഈമാന്റെ നിലവാരമാണോ जिसके ईमान के അത്തരം ഉന്നതമായ നിലയിലല്ലാത്തത്, फिर तो कई जगह അവർ പിന്നീട് എവിടെയെങ്കിലും വെച്ച് कि मैंने कहा ചുവട് തെറ്റുന്നവരായി മാറാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രത്യക്ഷമായ നിലയിൽ ചെറുതായി തോന്നുന്ന കാര്യങ്ങളാണ്, എന്നാൽ അത് ചെറുതല്ല. इन मुल्कों ഈ രാജ്യങ്ങളിൽ പോലീസും കാര്യങ്ങളിൽ ഇടപെടുന്നു, പിന്നീട് ജമാഅത്തിന്റെ ദുഷ്പേരിനും കാരണമാകുന്നു. അത്തരം ആളുകൾ പിന്നീട് ഭൗതിക ശിക്ഷയും അനുഭവിക്കുന്നു, അള്ളാഹുവിന്റെ കോപവും വിലക്ക് വാങ്ങുന്നു. की मोले ചില പുരുഷന്മാർ പറയും, बाद मर्द कह देते हैं സ്ത്രീകളിൽ ഇന്ന ഇന്ന തിന്മകളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാഠിന്യം കാണിക്കേണ്ടി വരുന്നത്. जिसकी वजह से हमें सख्ती करनी पड़ी. ഈ ഒരു കാര്യത്തിൽ इस पहलू से പുരുഷന്മാർ തങ്ങളെക്കുറിച്ച് जायजे लेने ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. चाहिए. वो दीन के मायार അവർ ദീനിന്റെ നിലവാരത്തിൽ പൂർണ്ണമായി നിലകൊള്ളുന്നവരാണോ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അത്തരം പുരുഷന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, हुए फरमाते പുരുഷൻ അഥവാ कि मर्द अगर ഭയഭക്തിയുള്ളവനല്ല എങ്കിൽ പിന്നെ സ്ത്രീകൾ എങ്ങനെ സാലിഹ ആകാനാണ്? औरत का ഒന്നാമത്തെ നിബന്ധന ഇതാണ്, പുരുഷൻ നല്ലവനായിരിക്കണം. അപ്പോഴായിരിക്കണം അയാളുടെ ഭാര്യ നല്ലവളായി തീരുക. പറയുന്നു, അതെ, അഥവാ പുരുഷൻ സ്വയം സാലിഹ ആയാൽ ഭാര്യയും സാലിഹ ആയി മാറും. औरत भी सालिया बन सकती है. പറയുന്നു, വാക്കുകൊണ്ട് ഭാര്യയെ ഉപദേശിക്കരുത്, से औरत को नसीहत എന്നാൽ പ്രവൃത്തി കൊണ്ട് ഉപദേശിക്കുകയാണ് എങ്കിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകും. കേവലം സംസാരം കൊണ്ടുള്ള ഉപദേശം മാത്രം ആയിരിക്കരുത്, വെറും വഴക്ക് പറയൽ മാത്രമായിരിക്കരുത്. മറിച്ച് തങ്ങളുടെ കർമ്മം കൊണ്ട് സ്ഥാപിച്ചു കാണിക്കുക നിങ്ങൾ നല്ലവരാണ് എന്ന്. നിങ്ങളുടെ ഓരോ ചുവടും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് മുന്നോട്ട് വെക്കപ്പെടുന്നത്. ताला के हुक्म पर चलने वाला है. കർമ്മം കൊണ്ട് അത്തരത്തിലുള്ള ഉപദേശം ഉണ്ടായാൽ പറയുന്നു അതിന്റെ സ്വാധീനം ഉണ്ടാകും. फरमाया कि उसका असर होता है. പറയുന്നു, സ്ത്രീകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. औरत दरकिनार और भी കേവലം വാക്കുകൊണ്ട് ഉപദേശം ആര് സ്വീകരിക്കാനാണ്? ഏതുവരെ കർമ്മമില്ലയോ, ഏതുവരെ അതനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്നില്ലയോ, अपने अंदर रखे അതുവരെ तो औरत हर वक्त പുരുഷൻ തന്റെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വക്രതയും ന്യൂനതയും വെക്കുന്നുണ്ടെങ്കിൽ സ്ത്രീ എല്ലാ സമയത്തും അയാളുടെ മേൽ സാക്ഷിയാണ്. പറയുന്നു, ഏതൊരാളാണോ അള്ളാഹുവിനെ സ്വയം ഭയപ്പെടാത്തത്, സ്ത്രീ അയാളെ എങ്ങനെ ഭയപ്പെടാനാണ്? करता है ना खामत का. അത്തരം മൗലവിമാരുടെ ഉപദേശ പ്രസംഗവും സ്വാധീനം ചെയ്യുകയില്ല.
ഭർത്താവിന്റെ ഉപദേശവും സ്വാധീനം ചെയ്യുകയില്ല. എല്ലാ അവസ്ഥയിലും കർമ്മപരമായ മാതൃകയാണ് സ്വാധീനം ചെലുത്തുന്നത്. പറയുന്നു, അഥവാ ഭർത്താവ് രാത്രി എഴുന്നേറ്റ് ദുആ ചെയ്യുകയാണ് എങ്കിൽ, കരയുകയാണ് എങ്കിൽ, സ്ത്രീ 1-2 ദിവസം നോക്കും. അവസാനം ഒരു ദിവസം അവൾക്കും ചിന്തയുണ്ടാകും, തീർച്ചയായും സ്വാധീനിക്കപ്പെടും. പറയുന്നു, സ്ത്രീകളിൽ സ്വാധീനിക്കപ്പെടാനുള്ള കഴിവ് വളരെ അധികമാണ്. അവരെ ശരിയാക്കാനായി ഒരു പാഠശാലയും മതിയാവുകയില്ല, ഒരു സ്കൂളിന്റെയും ആവശ്യമില്ല, ഒരു സ്ഥാപനത്തിന്റെയും ആവശ്യമില്ല സ്ത്രീകളെ ശരിയാക്കിയെടുക്കാൻ. എത്രത്തോളമാണോ ഭർത്താവിന്റെ കർമ്മപരമായ മാതൃക മതിയായി തീരുന്നത്. അഥവാ പരിഷ്കരണം നടത്തണമെങ്കിൽ പുരുഷൻ സ്വയം തന്റെ പരിഷ്കരണം നടത്തുക, തന്റെ കർമ്മപരമായ മാതൃക കാണിക്കുക. അപ്പോൾ അവരുടെ പരിഷ്കരണം നടക്കും. അവിടുന്ന് പറയുന്നു, അള്ളാഹു സ്ത്രീയെയും പുരുഷനെയും ഒരേ അസ്തിത്വമാക്കിയിരിക്കുന്നു. ഇത് പുരുഷന്മാരുടെ അക്രമമാണ്. അവർ സ്ത്രീകൾക്ക് അവരുടെ ന്യൂനത പിടിക്കുവാനുള്ള അവസരം നൽകുന്നു. അവർ ചെയ്യേണ്ടത്, സ്ത്രീകൾക്കൊരിക്കലും അത്തരം അവസരം നൽകരുത്. ഇന്ന ന്യൂനത നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള അവസരം. പുരുഷന്മാർ ഒരിക്കലും നിങ്ങളിൽ ഇന്ന ന്യൂനതയുണ്ട്, നിങ്ങൾ ഇന്ന ന്യൂനത ചെയ്യുന്നു എന്ന് പറയാനുള്ള അവസരം നൽകരുത്. മറിച്ച് പറയുന്നു, മനുഷ്യൻ ഇത്രമാത്രം പരിശുദ്ധനായിരിക്കേണ്ടതാണ്. സ്ത്രീകൾ അന്വേഷിച്ച് തളരണം, എന്നിട്ടും അവർക്കൊരു ന്യൂനതയും കണ്ടുപിടിക്കാൻ കഴിയരുത്. അപ്പോഴായിരിക്കും അവൾക്ക് ദീനീബോധം ഉണ്ടാവുക, അവൾ ദീനിനെ മനസ്സിലാക്കുക. അഥവാ അത്തരം അവസ്ഥ ഉണ്ടായാൽ അന്വേഷിച്ചിട്ടും പുരുഷനിൽ ഒരു തിന്മയും കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ, സ്ത്രീകൾ മതബോധം ഉള്ളവരല്ല എങ്കിൽ പോലും ദീനിലേക്ക് അവർക്ക് ശ്രദ്ധയുണ്ടാകും. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകൾ കൂടുതൽ മതബോധം ഉള്ളവരാണ്. ചിലപ്പോൾ പരാതി പറയുന്നു, ഞങ്ങളുടെ ഭർത്താവിന് ദീനിലേക്ക് ശ്രദ്ധയില്ല. ഒരു ഭാഗത്ത് തന്റെ ബൈഅത്തിൽ വന്ന് പുരുഷന്മാരിൽ നിന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതീക്ഷ ഈ വിധത്തിലാണ്. മറുഭാഗത്ത് നാം എന്താണ് കാണുന്നത്? ഒരുപാട് പുരുഷന്മാരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവരെ കുറിച്ചുള്ള പരാതികൾ സ്ത്രീകൾ കൊണ്ടുവരുന്നു. നമസ്കാരത്തിൽ ഈ പുരുഷൻ അലസനാണ്. ജമാഅത്തായ നമസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വീട്ടിനകത്തു പോലും നമസ്കരിക്കാറില്ല. ദീനീപരമായ അറിവ് പുരുഷന്മാരുടേത് ബലഹീനമാണ്. ചന്തകളിൽ അനേകം വീടുകളിലെ പുരുഷന്മാർ ബലഹീനരാണ്. ടിവിയിൽ അനാവശ്യവും നിരർത്ഥകവുമായ കാര്യങ്ങൾ കാണുന്നതിനെ കുറിച്ച് പുരുഷന്മാരെ കുറിച്ച് പരാതി ലഭിക്കുന്നു. കുട്ടികളുടെ തർബീയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്ന പരാതി പുരുഷന്മാരെ കുറിച്ചുണ്ട്. ഇനി എപ്പോഴെങ്കിലും വീടിന്റെ തലവനാകാൻ ശ്രമിച്ചാൽ, പിതാവാകാൻ ശ്രമിച്ചാൽ കേവലം ചീത്തവിളിയും വഴക്കും ആയിരിക്കും, അതല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് പഠിക്കുന്നതിന് പകരം ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കുന്നതിനായി. ഏതെല്ലാം വീടുകളിലാണോ കുട്ടികൾക്ക് തർബീയത്തില്ലാത്തത്, അവിടെ സാധാരണഗതിയിലുള്ള കാരണം പുരുഷന്മാരുടെ ശ്രദ്ധയില്ലായ്മയും അല്ലെങ്കിൽ ഭാര്യമാരോടും കുട്ടികളോടുമുള്ള അനാവശ്യമായ കാഠിന്യം കാണിക്കലുമാണ്. പല കുട്ടികളും ചിലപ്പോൾ വന്ന് എന്നോട് പരാതി പറയുന്നു, ഞങ്ങളുടെ ഉപ്പയുടെ പെരുമാറ്റം ശരിയല്ല, ഞങ്ങളുടെ ഉമ്മയോട്, തങ്ങളോട് തന്നെയും. അഥവാ വീടിനെ സമാധാനപൂർണമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെ തർബീയത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ, അവരെ ദീനുമായി ബന്ധപ്പെടുത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പുരുഷന്മാരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, പുരുഷൻ തന്റെ വീടിന്റെ ഇമാമാണ്. അയാൾ തന്നെ ദുസ്വാധീനം ഉണ്ടാക്കുകയാണ് എങ്കിൽ എത്രമാത്രം ദുസ്വാധീനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുടെ പ്രവൃത്തി കൊണ്ട് ദുസ്വാധീനം ഉണ്ടാകുന്നുവെങ്കിൽ പിന്നീട് തലമുറകളിലും ദുസ്വാധീനം വന്ന് പതിക്കുന്നതാണ്. പറഞ്ഞു, പുരുഷൻ തന്റെ കഴിവിനെ അവസരോചിതവും അനുവദനീയവുമായ അവസരങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ്. ഉദാഹരണമായി, ഒന്ന് കോപിക്കുക എന്നുള്ള കഴിവാണ്. ദേഷ്യം അഥവാ അത് മധ്യനിലയിൽ നിന്ന് അധികമായി തീർന്നാൽ ഭ്രാന്തിന്റെ മുന്നോടിയായിരിക്കും. കോപം മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്, അത് മനുഷ്യനുണ്ടാകും. എന്നാൽ പരിധിയിൽ അധികമാവുകയാണെങ്കിൽ അത്
ഭ്രാന്തിന്റെയും വിഭ്രാന്തിയുടെയും തുടക്കമായി മാറുന്നു. थोड़ा फर्क है। പറയുന്നു, ഭ്രാന്തിനും ഇതിനും ഇടയിൽ അല്പം വ്യത്യാസം മാത്രമാണുള്ളത്. ഏതൊരാളാണോ വളരെയധികം കോപിഷ്ഠനാകുന്നത്, അയാളിൽ നിന്ന് ഹിക്മത്തിന്റെ ഉറവിടം വലിച്ചെടുക്കപ്പെടുന്നു എന്നല്ല. അഥവാ ഏതെങ്കിലും ഒരു എതിരാളി ആണെങ്കിൽ പോലും അയാളോട് പോലും കോപത്തിന് അടിപ്പെട്ടുകൊണ്ട് സംസാരിക്കരുത്. मुखालफों से भी വീട്ടിലെ കാര്യം അവിടെ നിൽക്കട്ടെ, गजबनाक होकर बातें नहीं। എതിരാളികളോട് പോലും ഇത്രയധികം കോപത്തിന് അടിപ്പെട്ടുകൊണ്ട് സംസാരിക്കരുത്. घर में बीवी बच्चों पर गुस्सा नहीं करते, ഇതാണ് വീട്ടിൽ और ये गुस्सा तो लहदा ഭാര്യയോടും മക്കളോടും मुखालिफ है, तो उससे भी गजबनाक होकर കോപിക്കുന്നത്. ദേഷ്യം അവിടെ നിൽക്കട്ടെ, बात नहीं അഥവാ ആരെങ്കിലും എതിരാളികളാണെങ്കിൽ പോലും कर। मुखालिफ को അയാളോട് പോലും കോപിഷ്ഠനായി ബുദ്ധി തീരെ ഇല്ലാത്ത വിധത്തിൽ സംസാരിക്കരുത്. എതിരാളികളുടെ വാക്കിനെ ഖണ്ഡിക്കുന്നതിനും भरे हुए अल्फाज नहीं। മുഅ്മിന്റെ വായിൽ നിന്ന് നീചവും കോപം കൊണ്ട് നിറഞ്ഞതുമായ വാക്കുകൾ പുറത്തു വരരുത്. कि हिंदुस्तान या पाकिस्तान ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ में खामनों के ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അക്രമത്തെക്കുറിച്ച് എഴുതുന്നു. രണ്ട് സ്ഥലത്തും, इस्लाह और शाद और കാദിയാനിലും പാകിസ്ഥാനിലും, നസാറത്ത് ഇസ്ലാഹുർഷാദും ശാഖാ സംഘടനകളും ഈ കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ज्यादा तवज्जो देनी चाहिए। ലോകത്ത് മറ്റിടങ്ങളിലും തങ്ങളുടെ തെർബീയത്തിന്റെ പരിപാടികളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. തബ്ലീഗ് ചെയ്യുന്നു, घरों में ദീനി മസ്അലകൾ പഠിക്കുന്നു, എന്നാൽ വീടുകളിൽ അസ്വസ്ഥതയാണ് എങ്കിൽ ഈ അറിവ് കൊണ്ടും തബ്ലീഗ് കൊണ്ടും ഒരു പ്രയോജനവും ഇല്ല. किस तरह मर्द को देख रही होती है, സ്ത്രീകളുടെ മാനസികാവസ്ഥ बयान फरमा അവളെ പ്രകാരമാണ് പുരുഷനെ നോക്കിക്കാണുന്നത്. അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് तमाम ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, औरत देखती है, പുരുഷന്റെ എല്ലാ കാര്യങ്ങളും देखती है ഗുണങ്ങളും സ്ത്രീകൾ കാണുന്നു. मैं അവൾ കാണുന്നു, औसाफ എന്റെ ഭർത്താവിൽ जैसे सखावत ഇന്ന ഇന്ന ഗുണങ്ങൾ ക്ഷമയുടേതും തഖ്വയുടേതും ഉണ്ട്. ഏതുപോലെ ദാനധർമ്മശീലം, കാരുണ്യം, ക്ഷമ, का मिलता है, वो किसी दूसरे को അതുപോലെ ഇതെല്ലാം അളക്കാൻ സ്ത്രീക്ക് അവസരം ലഭിക്കുന്നുവോ അതുപോലെ മറ്റാർക്കും ലഭിക്കുകയില്ല. माया कि इसीलिए औरत को सारे വീട്ടിൽ എല്ലാ ദിവസവും അവൾ കണ്ടുകൊണ്ടിരിക്കുന്നു. क्योंकि ये अंदर പറയുന്നു, അതുകൊണ്ടാണ് സ്ത്രീയെ മോഷ്ടാവ് എന്ന് പറയുന്നത്. കാരണം അവൾ ഉള്ളിന്റെ ഉള്ളിൽ ताकि സ്വഭാവം മോഷ്ടിച്ചുകൊണ്ടിരിക്കും. कर लेती है। ഏതുവരെ എന്നാൽ ഒരു സമയം വരുമ്പോൾ മുഴുവൻ സ്വഭാവവും അവൾ സ്വായത്തമാക്കുന്നു. പറയുന്നു, ഒരാളുടെ സംഭവമാണ്, അയാൾ ഒരിക്കൽ ഒരു ക്രിസ്ത്യാനിയായി ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട്. आप वगैरह अव्वल ഭാര്യയും അയാളോടൊപ്പം ക്രിസ്ത്യാനിയായി. फिर पर्दा भी छोड़ दिया, മദ്യപാനവും മറ്റും മെല്ലെ മെല്ലെ തുടങ്ങി. मिलने लगी। പിന്നെ പർദ്ദയും ഉപേക്ഷിച്ചു. खामन ने फिर दोबारा അന്യരുമായും ആ സ്ത്രീ കൂടിക്കലരാൻ തുടങ്ങി. खामन को ख्याल आया कि मैं गलती की थी, इस्लाम को छोड़ के दोबारा इस्लाम की तरफ रुजू किया, तो उसने बीवी को भी कहा कि अब तू भी मेरे साथ मुसलमान हो जा। पापा ഭർത്താവ് രണ്ടാമത് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിഞ്ഞു. मुसलमान होना मुश्किल है। കുറച്ചു കാലത്തിന് ശേഷം ഭർത്താവിന് തോന്നി താൻ ഇസ്ലാം ഉപേക്ഷിച്ച് തെറ്റ് ചെയ്തു എന്ന്. വീണ്ടും ഇസ്ലാമിലേക്ക് തിരിഞ്ഞപ്പോൾ അയാൾ ഭാര്യയോട് പറഞ്ഞു, ഇനി നീയും എന്നോടൊപ്പം മുസ്ലിം ആവുക. അവർ പറഞ്ഞു, ഇനി എനിക്ക് മുസ്ലിം ആകാൻ പ്രയാസമാണ്. മദ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും इस्लाम से ही दूर हट गया, ഉണ്ടായിരിക്കുന്ന ശീലം ഇത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. लोगों को सही तो ഇത് ഒരു लेकिन बहुत से मर्द ऐसे भी होते हैं അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. പുരുഷൻ ഇസ്ലാമിൽ നിന്ന് തന്നെ വിദൂരപ്പെട്ടു. इस्लाम से मुंसलिक रहते हैं, ക്രിസ്തു മതം സ്വീകരിച്ചു. എന്നാൽ आपको मुसलमान ही कहते ഒരുപാട് പുരുഷന്മാരുണ്ട്, അവർ ഇസ്ലാം ഉപേക്ഷിക്കുന്നില്ല. പേരിന് മാത്രം ഇസ്ലാമുമായി ബന്ധം വെക്കുന്നു. തങ്ങളെ സ്വയം മുസ്ലിം എന്ന് പറയുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരുപാട് തെറ്റായ പ്രവൃത്തികളിൽ അകപ്പെടുന്നു. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. हैं। या मर्द के कहने പിന്നീട് അവരെ കണ്ടുകൊണ്ട് औरतें भी അല്ലെങ്കിൽ शादी के नाम पर പുരുഷന്മാർ പറയുന്നത് കൊണ്ട് സ്ത്രീകളും സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ അന്തരീക്ഷത്തിൽ ഇഴകിച്ചേരുന്നു. मर्दों को ख्याल आता है പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം പുരുഷന്മാർക്ക് ചിന്ത ഉണ്ടാകുന്നു, ഭാര്യ കുറച്ചധികം സ്വതന്ത്രയായി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് कोशिश करता है, तो फिर लड़ाइयाँ അവളെ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ കലഹം ആരംഭിക്കുന്നു. പിന്നീട് അടിയും പിടിയും ഉണ്ടാകുന്നു. ഇവിടെയും ഇത്തരം സംഭവങ്ങളും കഥകളും ഉണ്ടാകുന്നു. पुलिस फिर फौरन बीच में ഞാൻ പറഞ്ഞതുപോലെ ഈ രാജ്യങ്ങളിൽ हकूक के പോലീസും ഉടൻ ഇടയിലേക്ക് വരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശത്തിന്റെ സ്ഥാപനങ്ങൾ ഇടയിൽ വരുന്നു. बर्बाद होते हैं। പിന്നീട് വീടുകൾ ശിഥിലമാകുന്നു, इससे पहले കുട്ടികൾ നശിച്ചു പോകുന്നു. कि घर टूटे, വീടുകൾ ശിഥിലമാകുന്നതിനു മുമ്പ്
കുട്ടികൾ നശിച്ചു പോകുന്നതിനു മുമ്പ് അത്തരം പുരുഷന്മാർ समझना चाहिए। തങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ടതാണ്. उन पर अपने बीवी बच्चों के बारे में दीन डालता है, जो इस्लाम ने उनकी जिम्मेदारियों को ഏതൊന്നാണോ തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുറിച്ച് ദീൻ അവരുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇസ്ലാം और इनसे सलूक के बारे में ഏതെല്ലാം ഉത്തരവാദിത്വമാണോ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, സ്ത്രീകളുടെ അവകാശവും അവരോടുള്ള പെരുമാറ്റത്തെയും കുറിച്ച് ഒരവസരത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, की है, वैसी സ്ത്രീകളുടെ അവകാശം ഏത് വിധത്തിലാണോ ഇസ്ലാം സംരക്ഷിച്ചിട്ടുള്ളത് അതുപോലെ മറ്റൊരു മതവും സംരക്ഷിച്ചിട്ടില്ല. कि वलहुन्ना मिस्लु, ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു, कि जब मर्दों के औरतों पर हुकूक हैं, जैसे मर्दों के औरतों पर हुकूक വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, ഏതുപോലെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ അവകാശമുണ്ടോ അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാരുടെ മേൽ അവകാശമുണ്ട്. होता है, പറയുന്നു, जारियों को ചിലരുടെ അവസ്ഥകളെ കുറിച്ച് കേൾക്കുന്നു, ഈ പാവങ്ങളെ കാലിലെ ചെരുപ്പ് പോലെയാണ് കാണുന്നത്. गालियां അങ്ങേയറ്റം നിന്ദ്യമായ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ചീത്ത വിളിക്കുന്നു, നിന്ദ്യാദൃഷ്ടിയോടുകൂടി അവരെ നോക്കുന്നു. പർദ്ദയുടെ കൽപ്പന ഈ വിധത്തിൽ അനുവദനീയമല്ലാത്ത വിധത്തിൽ അടിച്ചേൽപ്പിക്കുന്നു, അഥവാ അവരെ ജീവനോടുകൂടി കുഴിച്ചുമൂടുന്നു. ഇത്രമാത്രം കാഠിന്യം കാണിക്കുന്നു. കയ്യും മുഖവും കാലിന്റെയും മുഖത്തിന്റെയും കാര്യത്തിൽ കാഠിന്യം കാണിക്കുന്നു. സ്ത്രീകൾക്ക് ശ്വസിക്കുന്നത് പോലും പ്രയാസകരമായി തീരുന്നു. ഇത്രയധികം കാഠിന്യം ഉണ്ടാകാൻ പാടില്ല. को भी इत्दाल करना എന്നാൽ ഇസ്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന മതമാണ്. മറുഭാഗത്ത് സ്ത്രീകളും മധ്യനില കൈക്കൊള്ളേണ്ടതാണ്. പർദ്ദയുടെ സുഖത്തിന്റെ പേരിൽ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം നേടരുത്. आजाद हो गई हैं, ഇതും കാണാൻ സാധിച്ചിട്ടുണ്ട്. नाम पर ചിലർ ആവശ്യത്തിലധികം സ്വതന്ത്രരായി കഴിഞ്ഞിരിക്കുന്നു, പേരിന് മാത്രമുള്ള പർദ്ദ ധരിക്കുന്നു. औरतें भी याद रखें कि सर और जिस्म को हया के तकाजे पूरे करते हुए ढांकना ज़रूरी है। यही अल्लाह का हुक्म है, इसका ख्याल रखना चाहिए। സ്ത്രീകളും ഓർക്കുക, क्या होना चाहिए, ശരീരവും इस बात को बयान फरमाते हुए തലയും ലജ്ജയുടെ തേട്ടം പൂർത്തിയാക്കിക്കൊണ്ട് മറക്കേണ്ടതാണ്. മറക്കേണ്ടത് നിർബന്ധമാണ്. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തിന്റെ നിലവാരം എന്തായിരിക്കണം, ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, तो यही औरतें होती हैं। ഭാര്യമാരോടുള്ള ഭർത്താക്കന്മാരുടെ ബന്ധം യഥാർത്ഥത്തിൽ സത്യസന്ധരായ രണ്ട് സുഹൃത്തുക്കൾ പോലെ ആയിരിക്കേണ്ടതാണ്. മനുഷ്യന്റെ ഉന്നത സ്വഭാവത്തിന്റെയും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെയും ആദ്യത്തെ സാക്ഷി ഈ ഭാര്യമാരാണ്. അഥവാ ഇവരുമായിട്ടുള്ള ബന്ധം ശരിയല്ല എങ്കിൽ പിന്നെ അള്ളാഹുമായി രഞ്ജിപ്പിലെത്തുക എന്നത് എങ്ങനെ സാധ്യമാകാനാണ്? कि खैरुकुम खैरुकुम വീട്ടിൽ തന്നെ ബന്ധം ശരിയല്ല എങ്കിൽ में से अच्छा वो है, ഇതും പ്രയാസകരമാണ്. അള്ളാഹുമായി രഞ്ജിപ്പും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, यार जो ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഉത്തമൻ തന്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. जिम्मेदारी है, उसे भी समझने की जरूरत है। ഇതാണ് सिर्फ ये ना ഓരോ പുരുഷനും സ്വായത്തമാക്കേണ്ട നിലവാരം. कि बच्चे की तरबियत करे, അതുപോലെ പുരുഷന്മാരുടെ बच्चे का പിതാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഇതും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കേവലം माओ की तरबियत ഉമ്മയുടെ ഉത്തരവാദിത്വം മാത്രമാണ് കുട്ടികളുടെ തർബീയത്ത് എന്ന് വിചാരിക്കരുത്. തീർച്ചയായും ഒരു പ്രായം വരെ കുട്ടിയുടെ സമയം ഉമ്മയോടൊപ്പമായിരിക്കും. इससे मर्द अपनी ചെറുപ്പത്തിലെ മക്കളുടെ ശിക്ഷണം नहीं हो जाते। കുട്ടിയുടെ തർബീയത്തിൽ വലിയ പങ്ക് വഹിക്കും. बच्चों की तरबियत എന്നാൽ का किरदार अदा करना चाहिए, खास तौर पर लड़के जो അതുകൊണ്ട് 7-8 साल की उम्र के बाद, പുരുഷൻ തന്റെ നിർബന്ധ കടമകളിൽ നിന്ന് സ്വതന്ത്രനാകുന്നില്ല. तो उसके बाद फिर वो പിതാക്കന്മാരും लोगों की तवज्जो കുട്ടികളുടെ തർബീയത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ 7-8 വയസ്സിന് ശേഷം के बिगड़ने के പ്രായമാകുമ്പോൾ इम्कान हो जाते हैं। അതിനുശേഷം അവർ പിതാക്കന്മാരുടെ ദൃഷ്ടിക്കും ശ്രദ്ധയ്ക്കും ആവശ്യക്കാരായിരിക്കും. അല്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ ലോകത്ത് बापों को കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ കൂടുതൽ സാധ്യതകളാണുള്ളത്. दिखाने और कायम करने की जरूरत है। ഇവിടെയും സ്ത്രീകളെക്കുറിച്ച് മുമ്പ് വിവരിച്ച ആ അടിസ്ഥാന തത്വം തന്നെയാണ് നടപ്പിൽ വരിക. बच्चों का പുരുഷന്മാർ, പിതാക്കന്മാർ एहतराम തങ്ങളുടെ മാതൃക കാണിക്കേണ്ടതിന്റെയും സ്ഥാപിക്കേണ്ടതിന്റെയും ആവശ്യമുണ്ട്. ताकि उनके अखलाक अच्छे हों, वहाँ പിതാക്കന്മാർ नजर रखने की जरूरत है।
കുട്ടികളെ ആദരിക്കുകയും ताकि ബഹുമാനിക്കുകയും असरात से ചെയ്യേണ്ടതിന്റെ ആവശ്യം ഉള്ളതുപോലെ തന്നെ फिर बापों का बच्चों അവരുടെ സ്വഭാവം ഉന്നതമായി തീരുന്നതിനു വേണ്ടി का भी അതോടൊപ്പം അവരിൽ बहुत से बाप ഗഹനമായ ദൃഷ്ടി പതിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. शिकायत कर അവർ സമൂഹത്തിലെ ദുസ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അതുപോലെ പിതാക്കന്മാർക്ക് കുട്ടികളോടുള്ള ബന്ധം കുട്ടികൾക്കൊരു സുരക്ഷിതത്വത്തിന്റെ ചിന്ത നൽകുന്നു. करने लग गए ഒരുപാട് പിതാക്കന്മാർ കുട്ടികളുടെ രീതിയെക്കുറിച്ച് പരാതി പറയുന്നു. कि बच्चों के ज्यादा करीब हों, അവരിൽ ഒരു ഭയമുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ ഉണ്ടായിരിക്കുന്നു, पैदा करें. അല്ലെങ്കിൽ കളവ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. फिर इसके नतीजे में പിതാക്കന്മാരോട് പറയുമ്പോൾ കുട്ടികളുമായി കൂടുതൽ അടുക്കുക, बस അവരുമായി വ്യക്തിഗത ബന്ധം ഉണ്ടാക്കുക, സൗഹൃദ ബന്ധം ഉണ്ടാക്കുക. പൊതുവിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഇതിന്റെ ഫലമായി कि बाप कुछ वक्त बच्चों के കുട്ടികളുടെ ബലഹീനത ഇല്ലാതായി തീരുന്നു. फिर बापों की ये जिम्मेदारी भी है कि जहाँ बच्चों की കുട്ടികളിൽ पूरी तवज्जो दें, പുറത്തു നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് दुआओं की സുരക്ഷിതത്വം ഉണ്ട് എന്ന ചിന്ത ഉണ്ടാക്കുന്നതിനായി പിതാവ് കുറച്ചു സമയം കുട്ടികളോടൊപ്പം പുറത്ത് സമയം ചിലവഴിക്കേണ്ടതാണ്. അതോടൊപ്പം പിതാക്കന്മാർക്ക് ഈ ഉത്തരവാദിത്വം കൂടിയുണ്ട്. दीनी കുട്ടികളുടെ തർബീയത്തിലേക്ക് കർമ്മപരമായി ശ്രദ്ധിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിലേക്കും ശ്രദ്ധിക്കുക. तरबियत के असल फल ഇത് വളരെ അത്യാവശ്യമാണ്. अल्लाह ताला के फजल से लगते हैं, लेकिन जो अपनी कोशिश है वो इंसान को ज़रूर करनी चाहिए. तरबियत के तरीक ദീനി തർബീയത്തിലേക്ക് ശ്രദ്ധിക്കുക. करते हुए हज़रत मसीह मौद തർബീയത്തിന്റെ യഥാർത്ഥ ഫലം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുന്നത്. എന്നാൽ തന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം മനുഷ്യൻ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ്. തർബീയത്തിന്റെ രീതിയും खुदा का കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രീതിയും വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് വസ്സലാം പറയുന്നു, सख्त पीछा करना और एक अमर पर इसरार को हद से गुजार देना, यानी बात बात ഹിദായത്തും टोकना और टोकना ये जाहिर करता है യഥാർത്ഥ തർബീയത്തും അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. और हम इसको अपने യഥാർത്ഥ തർബീയത്ത് അള്ളാഹുവിന്റെ ജോലിയാണ്. ले आएंगे. കഠിനമായ നിലയിൽ പിന്തുടരുക, ഒരു കാര്യത്തിൽ ശാഠ്യം പിടിക്കുക, इससे हमारी जमात को परहेज करना चाहिए. അതിൽ പരിധി ലംഘിക്കുക, അഥവാ ഓരോ കാര്യത്തിലും കുട്ടികളെ വിലക്കുകയും തടയുകയും ചെയ്യുക എന്നത് വ്യക്തമാക്കുന്നത് നാം ആണ് ഹിദായത്തിന്റെ ഉടമസ്ഥൻ എന്നാണ്. ഇങ്ങനെ നാം അതിനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു മാർഗത്തിൽ കൊണ്ടുവരും. ഇത് ഒരു വിധത്തിലുള്ള രഹസ്യമായ ഷിർക്കാണ്. ഇതിൽ നിന്ന് നമ്മുടെ ജമാഅത്ത് വിട്ടു നിൽക്കേണ്ടതാണ്. തന്നെ കുറിച്ച് പറയുന്നു, നാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. बस इससे പാപങ്ങളെക്കുറിച്ചും फिर अपना पूरा भरोसा മര്യാദയുടെ അധ്യാപനങ്ങളും अल्लाह पर रखते हैं, जैसा किसी में सादत का അനുസരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അധ്യാപനങ്ങൾ എന്താണ്, അതിന്റെ മര്യാദകൾ എന്താണ്, എന്താണ് നിയമങ്ങൾ, അതനുസരിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിൽ കൂടുതലായി ഒന്നും ചെയ്യാറില്ല. പിന്നീട് തന്റെ മുഴുവൻ ദൃഢവിശ്വാസവും അള്ളാഹുൽ വെക്കുന്നു. ഏതുപോലെ ഒരു കൃഷിക്കാരൻ വിത്ത് വിതക്കുന്നു, പിന്നീട് അത് സമയത്ത് പച്ചളിപ്പുള്ളതായി മാറുന്നു. दुआ करते हैं तो उन दुआओं के मयार भी बहुत बुलंद है. इस बात को मामूली नहीं समझना चाहिए. നാം ഓർക്കേണ്ടതാണ്, और ये दुआ के इमाम ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, हमें तो നാം ദുആ ചെയ്യുന്നു, जरूरत है. അപ്പോൾ ये कोई मामूली ആ ദുആയുടെ നിലവാരവും വളരെ ഉയർന്നതായിരിക്കേണ്ടതാണ്. ഈ കാര്യം നിസ്സാരമായി കരുതരുത്. ദുആയുടെ നിലവാരം കരസ്ഥമാക്കുന്നതിനു വേണ്ടി നാം വളരെയധികം അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. की तरफ किस तरह और ഇതൊരു നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. एक जगह बयान फरमाते हैं कि बाज लोगों का ये भी ഒരു പിതാവ് എന്ന നിലയിൽ കുട്ടികളുടെ തർബീയത്തിലേക്ക് എത്ര അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് വസ്സലാം വളരെ വിശദമായ ഒരു സ്ഥലത്ത് വിവരിക്കുന്നു. इसका ചിലർ कि औलाद सा മക്കൾക്ക് വേണ്ടി കുറച്ച് ധനം വിട്ടേച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നു. बद ना हो, എനിക്ക് അത്ഭുതം തോന്നുന്നു. बल्कि साले और नेक ധനം വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ചിന്ത അവർക്കുണ്ടാകുന്നു. എന്നാൽ ഈ ചിന്ത അവർക്കുണ്ടാകുന്നില്ല. മക്കൾ സാലിഹായിരിക്കണം, മോശവും ऐसे लोग തിന്മയിൽ അകപ്പെട്ടവരും ആയിരിക്കരുത്. और औलाद की सलाहियत की फिक्र और परवाह മറിച്ച് നല്ലവരും സ്വാലിഹും ആയിരിക്കണം. जिंदगी ही में औलाद के हाथ പറയുന്നു, ഈ ഒരു ചിന്ത പോലും ഉണ്ടാകാറില്ല, ഇതിനെ വിലവെക്കുകയും ചെയ്യാറില്ല. मुश्किलात में ചിലപ്പോൾ അത്തരം ആളുകൾ മക്കൾക്ക് വേണ്ടി ധനം സ്വരൂപിക്കുന്നു. किन किन हीलों और तरीकों से जमा മക്കളുടെ കഴിവിനെ കുറിച്ചും आखिर बदकार ചിന്തിക്കുകയില്ല. അവർ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ മക്കളുടെ കൈകളാൽ പ്രയാസം അനുഭവിക്കുന്നു. शरारत और बदमाशी അവരുടെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് പ്രയാസങ്ങളിൽ അകപ്പെടുന്നു. कि औलाद का इब्तिला भी बहुत बड़ा അവർ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന തന്ത്രങ്ങളിലൂടെയും ഉപായത്തിലൂടെയും സ്വരൂപിച്ച ധനം തിന്മയിലും മദ്യപാനത്തിലും ചിലവ് ചെയ്യപ്പെടുന്നു.
അത്തരം മക്കൾ മാതാപിതാക്കൾക്ക് കുഴപ്പത്തിനും ദുസ്വഭാവത്തിനും കാരണമായി തീരുന്നു. പറയുന്നു, മക്കളുടെ പരീക്ഷണം വലിയൊരു പരീക്ഷണമാണ്. അഥവാ മക്കൾ സാലിഹ്യങ്ങളാണ് എങ്കിൽ പിന്നെ ഏത് കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടാനാണ്? അള്ളാഹു സ്വയം പറയുന്നു, यानी अल्लाह വഹുവ യതവല്ല സ്വാലിഹീൻ. वली और मुतकफ़िल होता है. अगर बदबख्त है तो लाखों रुपए उसकी അതായത് അള്ളാഹു തന്റെ സാലിഹ്യങ്ങളുടെ കാര്യനിർവാഹകനാണ്. तलाश हो जाएगी और इन मसाइब और मुश्किलात में पड़ेगी जो उसके लिए लाजमी है. फरमाया, जो शख्स अपनी राय को खुदा ताला की राय और मंशा से मुत्तफिक करता है वो औलाद की तरफ से അഥവാ ദുസ്വഭാവിയാണ് എങ്കിൽ और वो ലക്ഷക്കണക്കിന് രൂപ इसकी सलाहियत के लिए അവർക്ക് വേണ്ടി दुआएं करे. വിട്ടേച്ചു പോയാലും അവൻ തിന്മയ്ക്ക് വേണ്ടി इस सूरत में അത് നശിപ്പിച്ചു കളഞ്ഞ് പാപ്പരായിത്തീരും. फुल करेगा ഈ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെടും. उसका അതവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യവുമാണ്. പറയുന്നു, उसका कफील हो जाएगा. ആരാണോ തന്റെ അഭിപ്രായത്തെ അള്ളാഹുവിന്റെ അഭിപ്രായവും ഉദ്ദേശവുമായി ഒരുമിപ്പിക്കുന്നത് അവർ മക്കളെക്കുറിച്ച് സമാധാനിക്കുന്നു. की तरफ तो होते हैं बहुत ज्यादा. അവർ ഇപ്രകാരമാണ് का एक कॉल है, അവരുടെ സൽസ്വഭാവത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു, ദുആ ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു സ്വയം मैंने അവരുടെ കാര്യനിർവാഹകനായി മാറും, അവരെ സംരക്ഷിക്കും, की मार हो അവർക്ക് മതിയായവനായി മാറും. मांगते देखा. അവരുടെ സൽസ്വഭാവത്തിനു വേണ്ടി പരിശ്രമിക്കുക, कुछ तक रियायत रखता है. എന്നാൽ അവരുടെ തെർബിയത്തിനായി പരിശ്രമിക്കുക. പറയുന്നു, ഹദ്റത്ത് ദാവൂദിന്റെ ഒരു വചനമാണ്, ഞാൻ കുട്ടിയായിരുന്നു, യുവാവായി, ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. ഞാൻ മുത്തക്കിയെയും അദ്ദേഹത്തിന് റിസ്കിന് പ്രയാസമുള്ള അവസ്ഥയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവരുടെ മക്കളെ ഭിക്ഷയാചിക്കുന്നത് കണ്ടിട്ടില്ല. അള്ളാഹു അനേകം തലമുറകൾ വരെ പരിഗണിക്കുന്നു. अपनी हालत को उसके मुताबिक ढालना होगा जो इस्लाम അതുകൊണ്ട് സ്വയം നല്ലവരായി തീരുക, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നന്മയുടെയും തക്കുവയുടെയും ഉത്തമ മാതൃകയായി തീരുക. है वो सही रस्तों पर चलने वाली होगी और वालिदैन के लिए മക്കളിൽ ഇക്കാര്യം तो बायस बनेगी. ഉണ്ടായിത്തീരുന്നതിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. आप फरमाते हैं, खुद नेक बनो और अपनी औलाद के लिए एक उम्दा नमूना नेकी और ഇസ്ലാം हो जाओ ഏതൊരു അധ്യാപനമാണോ നൽകുന്നത് और दीनदार बना. അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോഴായിരിക്കും അടുത്ത തലമുറയെ ശരിയായ മാർഗത്തിൽ जिस कदर कोशिश ചരിക്കുന്നവരായി തീരുക, മാതാപിതാക്കളുടെ കണ്ണിന് കുളിർമയായി മാറുക. പറയുന്നു, സ്വയം നല്ലവരായി മാറുക, തങ്ങളുടെ മക്കൾക്ക് നന്മയുടെയും തക്കുവയുടെയും ഒരു ഉത്തമ മാതൃകയായി മാറുക, അവരെ മുത്തക്കീങ്ങളും ദീനീബോധമുള്ളവരുമാക്കി തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. എത്രത്തോളമാണോ നിങ്ങൾ അവർക്ക് വേണ്ടി ധനം സ്വരൂപിക്കാനായി ചെയ്യുന്നത് അത്രത്തോളം ഈ കാര്യത്തിലും ശ്രദ്ധിക്കുക. പറയുന്നു, മക്കൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയും പാഠവും तो यकीन किया जाता है कि अल्लाह ताला तुम्हारी औलाद के साथ, തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കാണിക്കുക. അതിന് जहाँ इस्लाम बाप को ये कहता है ഏറ്റവും ആദ്യം സ്വയം തങ്ങളുടെ പരിഷ്കരണം നടത്തുക. അഥവാ സ്വയം നിങ്ങൾ ഉന്നതമായ നിലയിലുള്ള മുത്തക്കീങ്ങളും ഭയഭക്തിയുള്ളവരുമായി തീർന്നാൽ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നവരായി തീർന്നാൽ, അള്ളാഹു നിങ്ങളുടെ മക്കളോടും നല്ല നിലയിൽ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്. എവിടെയാണോ ഇസ്ലാം പിതാവിനോട് ഇപ്രകാരം പറയുന്നത്, തങ്ങളുടെ കുട്ടികളുടെ തർബീയത്തിലേക്ക് ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതോടൊപ്പം കുട്ടികൾക്കും കൽപ്പന നൽകുന്നു, ये रिश्तों के हकूक നിങ്ങൾക്കും ചില നിർബന്ധ കടമകളുണ്ട്. നിങ്ങൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കും നിങ്ങളുടെ മേൽ ചില അവകാശങ്ങളുണ്ട്, നിങ്ങൾ അത് പൂർത്തിയാക്കണം. और इसकी कितनी ഈ ബന്ധങ്ങളുടെയും കടമകളുടെയും കണ്ണികൾ തന്നെയാണ് होना चाहिए. एक लड़का जब बालिग होता है പരസ്പരം യോജിക്കുന്നതിലൂടെ സമാധാനപൂർണമായ സമൂഹം माँ बाप का हक अदा कर ഉണ്ടാകുന്നത്. इस बात को समझाते മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുന്നതിന്റെ എത്രമാത്രം ഉത്തരവാദിത്വമാണ് മക്കളുടെ മേലുള്ളത്, എത്രമാത്രം പ്രാധാന്യമാണ് ഇതിനുള്ളത്, जब ഇതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം अब्दुल्ला बिन अमर എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു കുട്ടി പ്രായപൂർത്തിയെത്തുമ്പോൾ അവൻ എപ്രകാരം അത് മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റേണ്ടതാണ്, ഈ കാര്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ फरमाया, क्या तेरे माँ बाप जिंदा हैं? उसने कहा, हाँ जिंदा है. ഹസ്രത്ത് അബ്ദുല്ല ബിനു അംർ നിവേദനം ചെയ്യുന്നു, ഒരാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്ന് പറഞ്ഞു, ഞാൻ ജിഹാദിന് പോകാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവനോടെയുണ്ടോ? അയാൾ പറഞ്ഞു, അതെ, അവർ ജീവിച്ചിരിപ്പുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഈ രണ്ടുപേരെയും നീ സേവിക്കുക, ഇത് തന്നെയാണ് നിന്റെ ജിഹാദ്. हज़रत सल्लल्लाहु अलैहि वसल्लम ने इरशाद മാതാപിതാക്കളെ സേവിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതിൽ നിന്നും ഊഹിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, कि इंसान की बेहतरीन नेकी ये है പരസ്പരം സ്നേഹവും അനുകമ്പയും വളർത്തുന്നതിനു വേണ്ടി പിതാവിന്റെ
സുഹൃത്തുക്കളോട് പോലും നല്ല നിലയിൽ പെരുമാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഒരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, മനുഷ്യന്റെ ഏറ്റവും നല്ല നന്മ ഇതാണ്, തന്റെ പിതാവിന്റെ സുഹൃത്തുക്കളോട്, അവന്റെ പിതാവിൻ മരിച്ചുപോയിട്ടുണ്ട് എങ്കിൽ പിതാവിന്റെ സുഹൃത്തുക്കളോട് നല്ല നിലയിൽ പെരുമാറുക. പിന്നീട് ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിവായത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം ഇപ്രകാരം കാണാൻ സാധിക്കുന്നതാണ്. അബൂ ഉസൈദ് സഅദി പറയുന്നു, ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഇരിക്കുകയായിരുന്നു. ബനി സൽമായിലെ ഒരാൾ വന്നു, എന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാ, മാതാപിതാക്കളുടെ മരണത്തിനു ശേഷവും എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും നന്മയുണ്ടോ? അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി പാപപൂർത്തി തേടുക. അവർ ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കുക. അവരുടെ പ്രിയപ്പെട്ടവരോടും ബന്ധുക്കളോടും അവർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ടായിരുന്നത് പോലെ നല്ല രീതിയിൽ പെരുമാറുകയും അവരുമായി ബന്ധം വെക്കുകയും ചെയ്യുക. അവരുടെ സുഹൃത്തുക്കളോട് ബഹുമാനത്തോടും ആദരവോടും കൂടി പെരുമാറുക. മറ്റൊരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ അയാൾക്ക് ദീർഘായുസ് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നത്, അയാളുടെ റിസ്ക് വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നത്, അയാൾ തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറേണ്ടതാണ്. അവരുമായി ബന്ധം വെക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾ കേവലം ലാളനയ്ക്ക് വേണ്ടി മാത്രം ഉള്ളവരല്ല, മറിച്ച് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്കും ചില കടമകൾ ഉണ്ട്. മാതാപിതാക്കൾക്കും ചില അവകാശങ്ങളുണ്ട്, അത് അവർ നിറവേറ്റണം. വിവാഹത്തിനു ശേഷം പ്രത്യേകിച്ച് ഈ നിബന്ധനയിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അഥവാ മനുഷ്യൻ ഹിക്മത്തോടുകൂടി ഭാര്യയോടുള്ള കടമകൾ നിറവേറ്റുന്നുണ്ട് എങ്കിൽ, മാതാപിതാക്കളെയും സേവിക്കുന്നുണ്ട് എങ്കിൽ, ഭാര്യക്കും ഹിക്മത്തോടുകൂടി ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക, ഭർത്തൃപിതാവിനും മാതാവിനും എത്രമാത്രം പ്രാധാന്യമുണ്ട്. സ്വയം അവളും തന്റെ ഭർത്തൃപിതാവിന്റെയും മാതാവിന്റെയും പ്രാധാന്യം അറിയുകയാണെങ്കിൽ വീടുകളിൽ ഒരിക്കലും തന്നെ കലഹം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന കലഹങ്ങൾ പോലെ ചില സമയത്ത് ദീനീപരമായ അഭിപ്രായ വ്യത്യാസം കാരണം പിതാവിനും ആൺമക്കൾക്കും ഇടയിൽ ഭിന്നത ഉണ്ടാകുന്നു. ചില നവാഹമ്മദികൾ വന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ആൺമക്കൾ പിതാവിനോട് നല്ല നിലയിൽ പെരുമാറുക തന്നെയാണ് ചെയ്യേണ്ടത്. അവരെ സേവിക്കുകയും ചെയ്യണം. ഒരിക്കൽ ബട്ടാലയിലേക്കുള്ള യാത്രക്കിടക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാഹിബിനോട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു. അതിനുശേഷം അവിടുന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല, അമുസ്ലിം ആയിരുന്നു. എല്ലാവിധത്തിലും കഴിവിന്റെ പരമാവധി മാതാപിതാക്കളെ സന്തോഷിപ്പിക്കേണ്ടതാണ്. അവർക്ക് മുമ്പത്തേക്കാൾ ഉപരിയായി തന്റെ ഉന്നത സ്വഭാവവും വിശുദ്ധിയും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സത്യത്തെ അംഗീകരിപ്പിക്കുന്നവരാക്കുക. സ്വഭാവപരമായ മാതൃക അത്തരത്തിലുള്ള ഒരു മുഅ്ജിസത്താണ്. അതിന് മറ്റു മുഅ്ജിസത്തുകൾ പകരം നിൽക്കുകയില്ല. യഥാർത്ഥ ഇസ്ലാമിന്റെ നിലവാരം ഇതാണ്. അത് മുഖേന മനുഷ്യൻ ഉന്നത സ്വഭാവം കൊണ്ട് നിറയുന്നു. അയാൾ ഒരു പ്രത്യേക വ്യക്തിയായിത്തീരുന്നു. ഒരുപക്ഷെ അള്ളാഹു താങ്കൾ മുഖേന അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിനോടുള്ള സ്നേഹം ഇടട്ടെ. ഇസ്ലാം മാതാപിതാക്കളെ സേവിക്കുന്നതിൽ നിന്ന് തടയുന്നില്ല. ഭൗതിക കാര്യങ്ങളിൽ അത് മുഖേന ദീനിനൊരു പ്രശ്നവുമില്ല എങ്കിൽ അവരെ എല്ലാവിധത്തിലും അനുസരിക്കേണ്ടതാണ്. പൂർണ്ണ ഹൃദയത്തോടുകൂടി അവരെ സേവിക്കുക. ഇത് പൊതുവിലുള്ള ഒരു തത്വം കൂടിയാണ്. തബ്ലീഗിൽ മൃദുവായ ഭാഷ എപ്പോഴും ഉപയോഗിക്കണം. ഉന്നത സ്വഭാവം കാണിക്കണം. മറ്റൊരു സംഭവം ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ മറുപടി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഇതിൽ പിതാവ് മുസ്ലിമാണ്. ഒരാൾ ചോദിച്ചു, യാ ഹസ്രത്ത്, മാതാപിതാക്കളെ സേവിക്കുന്നതും അവരെ അനുസരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു മനുഷ്യരിൽ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നാൽ എന്റെ മാതാപിതാക്കൾ ഹുസൂറിന്റെ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിക്കുന്നത് കാരണം എന്നിൽ നിന്ന് തീർത്തും വിട്ടുനിൽക്കുന്നു. എന്റെ രൂപം പോലും കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ ഹുസൂറിന് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി
വരാനിരിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളുമായി എഴുത്തുകുത്തു പോലും നടത്തരുത്. वो मेरी शक्ल भी देखना नहीं चाहता. ഇപ്പോൾ ഞങ്ങൾ നിന്റെ രൂപം പോലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. मैं इसको किस तरह അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ദൈവിക കൽപ്പന നിറവേറ്റുക? आपने फरमाया അള്ളാഹു പറഞ്ഞത് മാതാപിതാക്കളെ സേവിക്കുക. दारी അവരാകട്ടെ എന്റെ രൂപം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനുമായി ബന്ധം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ സേവനം എങ്ങനെയാണ് ചെയ്യുക? ഈ കടമ എങ്ങനെയാണ് പൂർത്തിയാക്കുക? അവിടുന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ എവിടെയാണോ മാതാപിതാക്കളെ സേവിക്കാനും അനുസരിക്കാനും കൽപ്പിക്കുന്നത്, അവിടെ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. अगर तुम साले हो तो अपनी तरफ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന നല്ല പോലെ അറിയുന്നു. അഥവാ നിങ്ങൾ സാലിഹാണ് എങ്കിൽ, मुश्किलात पेश आ गए थे. അവനിലേക്ക് കുനിയുന്നവരാണ് എങ്കിൽ അവൻ പുറത്തു തരുന്നതാണ്. സഹാബ റിസ്വാനുല്ലാഹി അലൈഹിം അവർക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നു. ദീനി നിർബന്ധിതാവസ്ഥ കാരണം അവർക്കും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടേണ്ടതായി വന്നു. तुम्हारी नीयत का ഏതായിരുന്നാലും താങ്കൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ക്ഷേമാന്വേഷണത്തിനും മറ്റും വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുക. എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ അത് കൈവിട്ട് കളയരുത്. നിങ്ങളുടെ നീയത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. കേവലം ദീൻ കാരണത്താലും അള്ളാഹുവിന്റെ പ്രീതിക്ക് മുൻഗണന നൽകുന്ന കാരണത്താലും മാതാപിതാക്കൾ നിന്ന് വേർപെടേണ്ടി വരുന്നുവെങ്കിൽ അതൊരു നിർബന്ധിതാവസ്ഥയാണ്. ഇസ്ലാഹിനെ മുന്നിൽ വെക്കുക, നീയത്തിന്റെ ശുദ്ധത സൂക്ഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രശ്നം ഇന്ന് പുതുതായി നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമല്ല. ഹദ്റത്ത് ഇബ്രാഹിമിനും ഈ സംഭവം തന്നെ നേരിടേണ്ടതായി വന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അവകാശത്തിനാണ് മുൻഗണന. അള്ളാഹുവിന് മുൻഗണന നൽകുക, തന്റെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കളുടെ കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക, നീയത്തിന്റെ ശുദ്ധതയെ ശ്രദ്ധിക്കുക. നീയത്ത് ശരിയായിരിക്കണം. ഇന്നും ഒരുപാട് പേർ ചോദ്യം ചോദിക്കുന്നു, മാതാപിതാക്കളുടെ കടമകളുണ്ട്, അത്തരം അവസ്ഥകളിൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിറവേറ്റേണ്ടത്? അവർക്കും ഈ മറുപടി മതിയായതാണ്. ഏതായിരുന്നാലും ഒരു പുരുഷന്റെ വിവിധ തലത്തിലുള്ള ഉത്തരവാദിത്വം അത് നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ വീടുകളെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ऐसा नमूना बनाना എപ്പോഴും നിലനിർത്തും വിധം ആക്കി തീർക്കേണ്ടതാണ്. ഒരു പുരുഷൻ ഭർത്താവാണ്, പിതാവും മകനുമാണ്. ഈ അർത്ഥത്തിൽ അയാൾ തന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ടതാണ്. പുരുഷന്മാർക്ക് ഇതുകൂടാതെയും വിവിധ തലങ്ങളുണ്ട്. ഞാൻ ഈ 3 തലം ആണ് വിവരിച്ചു കഴിഞ്ഞത്. വീട്ടിലെ അടിസ്ഥാനപരമായ ഐക്യം, സമൂഹത്തിന്റെ സമാധാനത്തിന്റെ ജാമ്യം അപ്പോഴായിരിക്കും ലഭിക്കുക. എപ്പോഴാണോ ताकि घर की ഈ അടിസ്ഥാന ഐക്യത്തിൽ സമാധാനം സ്ഥാപിതമാകുന്നത്. मुआशरे के अमन का ഇതിൽ കൂടുതൽ മനോഹാരിത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. अमन कायम हो और इसमें ज़्यादा से ज़्यादा हुस्न पैदा करने की कोशिश की जाए. अल्लाह ताला सबको इसकी तौफीक अता फरमाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.